അതിൽ രണ്ട് പ്രാവശ്യമാണ് തബ് തബ് എന്നുള്ളത്. ആദ്യം തബത്ത് എന്ന് പറഞ്ഞാല് അതിന് ഞാൻ പറഞ്ഞു യഥാ എന്നുള്ളത് കൊണ്ട് തബത്ത് എന്നായി. തബത്ത് തബ അല്ലെ, അതിന്റെ അവസാനം തബന്ന അല്ലെ, അബീലഹബി വത്ത് ഒരു ഇടയിൽ ഒരു പേരുണ്ട്. ഇതിനാണ് ഈ രണ്ട് പ്രാവശ്യം തബ് തബ് എന്നുള്ളത് പറഞ്ഞത്. രണ്ട് പ്രാവശ്യം പറയാനുള്ള കാരണം എന്താ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ആദ്യത്തെ തബ് അത് അബൂലഹബിനെ കുറിച്ചാണെങ്കിൽ രണ്ടാമത്തെ തബ് നശിച്ചു പോകട്ടെ അത് അബൂലഹബിന്റെ മകനായ ഉത്തുബത്തിനെ കുറിച്ച് പരാമർശിച്ചതാണ്. അബൂലഹബിന്റെ മകനാണ് ഉത്തുബത്ത്. ഉത്തുബത്ത് ആരാണെന്നറിയോ? ഉത്തുബത്ത് റസൂലുള്ളാഹിന്റെ വരുമാനമാണ്. ഓടമാപ്പനാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മകളായ റുഖിയ്യ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ നബിയാകുന്നതിന് മുമ്പ് 7 കൊല്ലം മുമ്പ് പ്രസവിക്കപ്പെട്ട മോളാണ് റുഖിയ്യ. അവിടുത്തെ വിവാഹങ്ങൾ ആയിഷ ബീവിയെ ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഈ റുഖിയ്യ ബീവിയെ ഉത്തുബത്തിനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പൊ ഉത്തുബത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മരുമകനായി. പക്ഷെ ഈ ആയത്താക്കിയപ്പോ എന്താ അറിയോ? അബൂലഹബ് ഉപ്പനെ കുറിച്ചല്ലേ, ഉപ്പല്ല അബൂലഹബ് ഉത്തുബത്തിന്റെ ഉപ്പനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടാകുമ്പോ ഒരു റുഖിയ്യ റളിയല്ലാഹു അൻഹയെ തലാഖ് റസൂലുള്ളാഹി തങ്ങളുടെ മകളുടെ തലാഖ് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തിലേക്ക് കാക്കരിച്ച് തുപ്പിന്ന കാര്യമില്ല. കാക്ക എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ സ്ഥാനത്തുള്ളവരാണ്. ഇപ്പൊ നമ്മുടെ കാക്കമാരാണ് അല്ലെ, ഭാര്യന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ സ്ഥാനം. അയാൾ പറയുമ്പോൾ ബഹുമാനി അവിടെ മുന്നിൽ നമ്മൾ സംസാരിക്കൂലും. ഇതേ കാക്കാന്റെ മുഖത്തിലേക്ക് കാക്കരിച്ച് തുപ്പാന്ന് പറഞ്ഞാല് അത് എത്ര വലിയ ധിക്കാരാണ്. ചെറിയ ധിക്കാരാണോ? അല്ലാതെ ഇത് ഇങ്ങനെ മകള് ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്തു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തുബത്തിനെ നോക്കിയിട്ട് ഒരു ദുആ നടത്തിയിട്ടുണ്ട്. ഇതൊരു ദുആ, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബ്, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബ്. റസൂലേ, ഈ ഉത്തുബത്തിന്റെ മേൽ നിന്റെ ഏതെങ്കിലും മൃഗത്തിൽപ്പെട്ട ഒരു മൃഗത്തിന് നീ ഏൽപ്പിക്കണേ. എങ്കിലും ഒരു മൃഗം ഇയാളെ ശർദ്ദ തീർക്കാൻ വേണ്ടിയിട്ട്, ഈ ചങ്ങായിയുടെ ശരീരായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഏൽപ്പിക്കണേ എന്നൊരു ദുആ ഉത്തുബത്തിന് വേണ്ടി, ഉത്തുബത്തിനെതിരായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ. ആ ദുആ ഉത്തുബത്തിന് കേട്ട് മാത്രമല്ല, ആ ദുആയോട് കൂടിയിട്ട് ഓൻ പേടിച്ചു പോയതാണ്. കാരണം ഉത്തുബത്തിന് അറിയാം, അബൂലഹബിന് അറിയാം മുഹമ്മദ് ആളൊക്കെയും പറഞ്ഞ പോലെ അവർക്ക് പറ്റാത്ത എന്താ? ഈ നുബുവത്തും ഈ തൗഹീദും ഈ ദഅവത്തും ഈ റിസാലത്തും ഇതാണ് പറ്റാത്തത്. അവർക്ക് പറ്റാത്ത ഇതാണ്. ഉത്തുബത്തിനും അബൂലഹബ്, ശൈബത്ത്, പിന്നെ അബൂജഹൽ അവർക്കൊക്കെ പറ്റാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അറബിയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ അവിടെയൊക്കെയും ഉത്തുബത്തും ശൈബത്തും അബൂജഹലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ എണിച്ചിരിക്കുന്ന മുഹമ്മദ് വരുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹബീബായ തങ്ങളോട്, മുഹമ്മദിനോട് ഒരു പറയുവത്ര, യാ മുഹമ്മദ് ലാ നുകല്ലിബുക, നിങ്ങൾ ഒരിക്കലും കളവാക്കുന്നില്ല, നീ ആട് പെർഫെക്റ്റാണ്, നീ ആടുമൊക്കെയാണ്, നല്ല ആടല്ല, നല്ല മീനാണ്. പക്ഷെ നമുക്ക് പറ്റുന്നത് എന്താ? നിന്റെ നിസാരത്താണ്. നീ റസൂലുള്ളാഹി എന്ന് പറയുന്നത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് പറയുന്നുണ്ട്, നമുക്ക് പറ്റൂല. എന്റെ ദാവത്ത് ആളുകളൊക്കെ ഇനി വിളിക്കുന്നുണ്ട്, അത് പറ്റൂല. അതിനെ നമുക്ക് കുറച്ച് അടർച്ചുള്ളൂ. ആണ് നീ ഓക്കെയാണ്. അപ്പോ ഈ ദുആ ഉത്തുബത്തിനെതിരായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരത്തപ്പോ എപ്പോഴും ഒരു പേടി തന്നെ. എപ്പോ ഈ ദുആ തട്ടുമെന്ന് പറയാൻ പറ്റൂല, എപ്പോ ഈ ദുആ സ്വീകരിക്കുന്ന ഉറപ്പാണ്, എപ്പോന്ന് പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഇതിനെപ്പോഴും പേടിയായിരുന്നു ആയിരിക്കും ഉത്തുബത്ത്. അപ്പൊ മറ്റൊരു തബ് പറഞ്ഞത് ഉത്തുബത്തിനെ കുറിച്ചാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. രണ്ടാളും അബൂലഹബാണെങ്കിലും ഉത്തുബത്താണെങ്കിലും അത്രത്തോളം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തിയ രണ്ടാളുകളായിരുന്നു. അവരുടെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി, അവരുടെ ആഖിറവും നഷ്ടപ്പെട്ടു പോയി. അബൂലഹബ് മരിച്ചത് എങ്ങനെയാണ്? അബൂലഹബ് യുദ്ധത്തിന് പോയിട്ട് മരിച്ചതൊന്നല്ല, ബദർ നടന്നപ്പോ അതിന് പ്രധാനപ്പെട്ട മുഴുവൻ ചങ്ങായിമാരും ചത്തുപോയി. അബൂജഹൽ ചത്ത്, മോനായ ഉത്തുബത്ത് ചത്ത്, ശൈബത്ത് ചത്ത്, അങ്ങനെ പ്രഗത്ഭരായ 70ഓളം മുസ്ലിങ്ങളാണ് ചത്തുപോയി. ഈ അബൂലഹബാണെങ്കിലോ യുദ്ധത്തിന് പോയില്ല, മക്കത്തിലാണ്. പക്ഷെ ഇങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകൾ മരിച്ചു എന്ന വിവരം കേട്ടപ്പോ ഈ അബൂലഹബ് തളർന്നുപോയെന്ന് മാത്രമല്ല, അതോടുകൂടി അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പ്രത്യേക തരത്തിലുള്ള ഒരു രോഗം ബാധിച്ചു. ദിവസം കൂടുന്തോളം അയാൾ ഇങ്ങനെ ക്ഷീണിച്ച് അവസാനം ചത്തുപോയി. പ്രത്യേക തരത്തിലുള്ള ഒരു രോഗം പിടിപെട്ടിട്ടാണ് അബൂലഹബിന്റെ അന്തിമം. അങ്ങനെ അവസാനം സാധാരണയായ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്, നല്ല ആളുകൾ കൂടി കുടുംബങ്ങളൊക്കെ കൂടി ചെയ്യുന്ന ഒരു ചടങ്ങ്. അങ്ങനെയുള്ള ഒരു ചടങ്ങ് പോലും അബൂലഹബിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലാതാണ്. കാരണം ആളുകൾ അടുത്തില്ല. അയാളുടെ ആ ഒരു രോഗം അത്രയും പേടിക്കപ്പെടുന്ന രോഗമായിരുന്നു. ആളുകൾ അടുത്തില്ല. അവസാനമായി ഒരു ഒഴിഞ്ഞ സ്ഥലത്തിലേക്ക് ഒരു കൊണ്ടു തോണ്ടിയിട്ട് അയാളുടെ ശകം കുടുംബങ്ങൾ വലിച്ചെറിഞ്ഞതായിരുന്നു. ഒരു ഖബറടക്കം പോലും
സാധാരണ ആളുകൾ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ചടങ്ങ് പോലും നടത്താൻ ഈ അബൂലഹബിന് കഴിഞ്ഞില്ല. അബൂലഹബിന്റെ ശവം കുടുംബങ്ങളൊക്കെ കൂടി അടുക്കാതെ ഒഴിഞ്ഞ സ്ഥലത്തിലേക്ക് പോയി അതിനെ ഒഴിച്ചു വരികയായിരുന്നു എന്നതാണ് ചരിത്രം. ഇതാണ് അബൂലഹബ്. എന്താ കാരണം? അള്ളാഹുവിന്റെ അള്ളയാണ് തപ്പ് ചെയ്തത്, അള്ളാഹുവാണ്. ഉത്തുബത്തോ ചത്തത് പ്രതിയുദ്ധത്തിലാണ്. പക്ഷെ അതിന്റെ മുമ്പ് അവന്റെ പേടി, ഈ പേടി എന്ത് സല്ലിത്താലി കൽബിലാവി മുഹമ്മദിന്റെ ദ്വാരത്ത് എപ്പോ എങ്ങനെ കൽബ് എന്ന് പറഞ്ഞാൽ നായുധമാണ്. മഹാന്മാരായ ഉപസ്ഥിതികൾ നായുധല്ല, മൊത്തം മൃഗം, പിടിയോ അല്ലെങ്കിൽ സിംഹമോ എന്തെങ്കിലും ഒരു മൃഗം നീ ഏൽപ്പിക്കണമെന്നാണ്. അങ്ങനെ ഒരു ദിവസം ഉത്തുബത്തും അവന്റെ കുറെ ആളുകൾ കൂടിയിട്ട് ഒരു യാത്ര പോവാം. യാത്ര പോയപ്പോ രാത്രി സമയം അവരോട് സ്ഥലത്തിൽ ടെണ്ടടിച്ച് വിശ്രമിക്കേണ്ട ഒരു സ്ഥലത്തെത്തിയപ്പോ ഉത്തുബത്ത് കൂടെയുള്ള കുട്ടികളോട് പറഞ്ഞത്, നിങ്ങളൊക്കെയും എന്റെ ചുറ്റുഭാഗത്ത് ഞാൻ നടുവിൽ കിടക്കാം. കാരണം ദുആന്റെ പണ്ടത്തെ ഒരു ദുആ, മുഹമ്മദിന്റെ ഒരു ദുആ ബാക്കിയുണ്ട്. അത് എപ്പോ വരുന്ന പറയാൻ പറ്റൂല. നമ്മളാണെങ്കിലോ ഇപ്പൊ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മധ്യത്തിൽ നിൽക്കുക, നിങ്ങളൊക്കെയും എന്റെ ചുറ്റുഭാഗത്ത് നിങ്ങൾ കടന്നാൽ മതിയോ. അങ്ങനെ അവർ പറഞ്ഞതുപോലെ കൂട്ടുകാരൊക്കെ ചുറ്റുഭാഗത്ത് ഉത്തുബത്ത് മധ്യത്തിൽ ഇങ്ങനെ വിശ്രമിച്ചു. രാത്രിയാകുമ്പോ ഒരു മൃഗം വന്നത്, എന്ത് മൃഗമാണെന്ന് അറിയില്ല, മനം പൊടിച്ച് വന്നതുപോലെ, മനം പൊടിച്ച് തേടി വന്നതുപോലെ, ഉത്തുബത്തിനെ മാത്രം തേടി വന്നതുപോലെ ഒരു മൃഗം കടന്നു വന്നു. എന്നിട്ട് ഉത്തുബത്തിനെ ആ മൃഗം കടിച്ചു മാന്തി, എന്നിട്ട് അതിന്റെ വായ കൊണ്ട് കടിച്ചു പൊടിച്ച് ഉത്തുബത്തിനെ വലിച്ചു കൊണ്ടുപോയിന്നാണ്. ആ സമയത്ത് പോലും ഉത്തുബത്ത് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എന്തറിയോ? മുഹമ്മദിന്റെ ദുആഇദ ഇവിടെ ഉത്തരം കിട്ടിയിരിക്കുന്നു. ആ വേദനയുടെ സമയത്ത് പോലും ഉത്തുബത്ത് പറഞ്ഞൊരു വാക്കായിരുന്നു. അന്നത്തെ ആ മുഹമ്മദിന്റെ ദുആ, ആ ദുആക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. റസൂൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു മൃഗത്തെ ഇയാളിലേക്ക് നീ ഏൽപ്പിക്കണമെന്നാണ്. ഇയാൾ ബുദ്ധിമുട്ട് തീരാൻ, ഇയാളുടെ ശല്യമൊക്കെ നീങ്ങിക്കിട്ടാൻ. അങ്ങനെ അതും ജീവിതത്തിൽ കണ്ട് അനുഭവിച്ച് പിന്നെ ചത്തുപോയ മനുഷ്യനായിരുന്നു ഉത്തുബത്ത് എന്ന് പറയുന്ന ഇക്കാരിയായ ഞങ്ങൾ. ഇപ്പൊ പറഞ്ഞു വന്നത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. രണ്ട് പ്രാവശ്യം തബ്ബ് എന്ന് പറഞ്ഞത് ഒന്ന് ഉപ്പാനെ കുറിച്ചാണ്, മറ്റൊന്ന് മകനെ കുറിച്ചാണ്. ഈ ഉപ്പുണ്ടല്ലോ, അബൂലഹബ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളെ മൂത്താപ്പാന്നാണ് പറഞ്ഞത്. അതായത് ഉപ്പാന്റെ ജ്യേഷ്ഠന്. അപ്പൊ നേരെ ജ്യേഷ്ഠനൊന്നും അല്ലത്, ഉമ്മ വേറെ വേറെയാണ്. അബ്ദുള്ളാന്റെ ഉമ്മ വേറെയാണ്, അബൂലഹബിന്റെ ഉമ്മ വേറെയാണ്. ഉപ്പൊന്നാണ്, ഉമ്മ വേറെ വേറെയാണ്. ചരിത്രത്തിൽ കാണുന്ന അങ്ങനെയാണ്. മുത്താപ്പ എന്ന് പറഞ്ഞാൽ നേരെ മുത്താപ്പ, ഉപ്പയും ഉമ്മയും ഒറ്റ മുത്താപ്പ അല്ല. ഉപ്പ വേറെയാണ്, അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വേറെയാണ്. ഉപ്പ രണ്ടാളുടേത് ആ രൂപത്തിലുള്ള ഒരു മുത്താപ്പയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ ഏതായാലും അനുജന്റെ മോനെ ഇങ്ങനെ ഉത്സാഹമുണ്ടാകുമ്പോ പ്രത്യേകമായ ഒരു അസൂയയും അതൊക്കെ ചിലപ്പോ സഹജമായി ഉണ്ടായി വരുന്നത്. അതൊക്കെ കൂടിയിട്ടാണ് അഭിമായ നമ്മളോട് അത്രയും വലിയ വെറുപ്പും ശത്രുതയും ഈ അബൂലഹബ് കാണിച്ചിരുന്നത് എന്നൊക്കെയും മഹാന്മാർ പറഞ്ഞത് കാണാം. ഏതാവട്ടെ, യാവത്ത് നാൾ വരെ വരുന്ന ആളുകൾ മുഴുവനും ഈ അബൂലഹബിനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും വരെയുണ്ട്. ഇനി ഖിയാമത്ത് നാൾ വരെയുണ്ട്. ആഖിറത്തിലും അവന്റെ ശാപം തന്നെയാണ്. ഇതിന്റെ കാരണം റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തിയതാണ്, ദഅവത്തിന് എതിരെ നിന്നതാണ്, റിസാലത്തിനെ എതിർത്തതാണ്, തൗഹീദ് അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അതാണ് ഇതൊക്കെയും നമ്മുടെ മനസ്സിൽ നാം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടും. റിസാലത്തിനെ അനുസരിക്കുക, തൗഹീദ് കൊണ്ടു നടക്കുക, എല്ലാം കൊണ്ടും റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആ രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ദുർബല നിമിഷങ്ങളിൽ പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത വാക്കുകളോ പ്രവർത്തികളോ ചിന്താഗതികളോ പടച്ചവനെ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ റബ്ബ് വിവരക്കേട് കൊണ്ടാണ്. അബൂലഹബിനെ പോലെയുള്ള ധിക്കാരം നമുക്കില്ല പടച്ചവൻ. ഉത്തുബത്തിനെ പോലെ റസൂലുള്ളാഹി നമ്മളോടുള്ള ധിക്കാരം നമ്മുടെ മനസ്സിലില്ല. ചില സാഹചര്യങ്ങൾ, പല തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോകുന്നു. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളായതുകൊണ്ടാണ്. ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്, നിന്റെ ഖൈർ ചൊരിയണേ അല്ലാഹ്, നിന്റെ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. നാം ചെയ്യുന്ന ഓരോ അമലുകൾ അത് ചെറുതാണെങ്കിൽ ചിലപ്പോൾ ഇഖ്ലാസ് ഇല്ലാത്തതായിരിക്കും, ആത്മാർത്ഥത ഇല്ലാത്തതായിരിക്കും, ഭക്തിയില്ലാത്തതായിരിക്കും. എന്നാലും റബ്ബേ, ഞങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇല്ല എന്ന് നിസ്കരിക്കുമ്പോൾ നമ്മളെ കരുതിയത് പടച്ചോനെ നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നതാണ് അല്ലാഹ്, അതല്ലാതെ മറ്റൊരു ചിന്തയും നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ല. റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഇന്നുവരെ ചെയ്ത സുജൂദ്, ഇന്നുവരെ ചെയ്ത റുക്കൂ, ഇന്നുവരെ
നിസ്കരിച്ച നിസ്കാരം, മറ്റുള്ള അമലുകൾ, പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങൾ, സാധുക്കളെ സഹായിച്ചത്, പള്ളിക്ക് വേണ്ടി സഹായിച്ചത്, പള്ളിക്ക് വേണ്ടി ഓടി നടന്നത് എല്ലാം പടച്ചവനെ നീ പൊരുത്തപ്പെടുന്ന അമലുകളായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങൾ കൊണ്ട് തളർന്നു കിടക്കുകയാണ് പടച്ചവനെ. ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ അല്ലാഹുവേ അപ്പോൾ നിരന്തരമായി സുബഹിന്റെ ജമാഅത്തിനടക്കം വന്നിരുന്ന പലരും പള്ളിയിൽ കാണാനില്ല. കാരണം രോഗമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകല്ല, ആരോഗ്യം നൽകല്ല. സർവ്വ രോഗികൾക്കും നീ പരിപൂർണമായ ആഫിയത്ത് നൽകി സന്തോഷം നൽകണേ അല്ലാഹുവേ. സാമ്പത്തികമായി പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാ ദിവസങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടുംബങ്ങളെ ഓറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓടുന്നത്, നടക്കുന്നത്, കഷ്ടപ്പെടുന്നത്, ശ്രദ്ധിക്കുന്നത്, യാത്ര ചെയ്യുന്നത്. പ്രവാസികളെ കൊണ്ട് അല്ലാഹുവേ അവരുടെ കഷ്ടപ്പാട് അതിന് കാലപ്പുറമാണ്. കടലിൽ പോയി അധ്വാനിക്കുന്ന ആളുകളുടെ പടച്ചവനെ എല്ലാവരുടെ മനുഷ്യത്തിന്റെ വലിയ വലിയ സന്തോഷം നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, കടങ്ങളെ വീട്ടിൽ തരണേ അല്ലാഹ്, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹുവേ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളും അവർ ഏത് പള്ളിയുടെ പരിസരങ്ങളിൽ അവരിലാണെങ്കിലും അവർക്ക് നീ മഗ്ഫിറത്ത് നൽകുന്ന മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം നീ റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على